Welcome to my YouTube channel, Doc and Mom. Stay tuned. ഉപ്പച്ചിയുടെ വക രാത്രി എന്നും ഒരു സ്പെഷ്യൽ ജ്യൂസ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ. അതില്ലെങ്കിൽ ഉപ്പച്ചിനെ കൊണ്ട് പറഞ്ഞ് ഞങ്ങൾ ജ്യൂസ് അടുപ്പിക്കലുണ്ട്. പക്ഷേ ഉപ്പച്ചിയുടെ ജ്യൂസിലെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഉപ്പച്ചി ഒരിക്കലും പുറത്ത് പറഞ്ഞു തരില്ല. എത്ര ചോദിച്ചാലും നമ്മൾ ചിലതൊക്കെ ഗസ് ചെയ്യും, ഇങ്ങനെ ടേസ്റ്റ് ചെയ്തിട്ട് ഇതിൽ പഴമാണോ ഇതിൽ മാങ്ങയാണോ എന്നൊക്കെ നമ്മൾ ഗസ് ചെയ്യുമെങ്കിലും എന്താണ് അതിൽ മുഴുവൻ ഇട്ടിട്ടുള്ളതെന്ന് ഉപ്പച്ചി ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് പറയില്ല. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞു ഉപ്പച്ചി ഒരു വീഡിയോ എടുക്കാനാണ്, ഒന്ന് ഇൻഗ്രീഡിയൻസ് പറഞ്ഞു തരുമെന്ന്. മനസ്സോടെ പറഞ്ഞു എന്നാ വാ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉപ്പച്ചിയുടെ പിന്നാലെ പോയതാണ്. അപ്പോൾ ഉച്ച പറഞ്ഞു ഇന്നത്തേൽ നമുക്ക് ചക്ക ഇടാം, അപ്പോൾ കുറച്ച് ചക്കയുടെ ചുള പറിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ ഉമ്മച്ചി അത് പറിച്ചു കൊടുത്തു. എല്ലാ ജ്യൂസിലും ഉപ്പച്ചിൻ്റെ ഒരു കീ ഇൻഗ്രീഡിയൻറ്റ് റോബസ്റ്റ പഴം ഉണ്ടാവും, അല്ലെങ്കിൽ ചെറുപഴം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു പഴം ഉണ്ടാവും. പഴം കീ ഇൻഗ്രീഡിയൻ്റ് ആയിരിക്കും. ഇന്നിപ്പോൾ ചക്ക, പഴം, ബദാം ഇതൊക്കെയാണ് മെയിനായിട്ട് ഇട്ടിട്ടുള്ളത്. ഡെയിലി ഓരോ വെറൈറ്റീസ് ആയിരിക്കും കേട്ടോ. എന്ത് ഫ്രൂട്ടാണോ അവൈലബിൾ അതിനനുസരിച്ചിട്ടാണ് ഉപ്പച്ചി ഉണ്ടാക്കുക. എല്ലാ ദിവസവും എന്തൊക്കെയാണ് അതിൽ ഇടൽ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. ഇതിപ്പോൾ ചോദിച്ചത് കൊണ്ട് വാ പറഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞ് വലിയ ജാടൊക്കെ ഇട്ടിട്ടാണ് മൂപ്പര് വന്നത് കേട്ടോ. മുഖത്തൊക്കെ ഒരു കനം ചോദിച്ചപ്പോൾ. അപ്പോൾ എന്തായാലും പോന്നു. നമ്മൾ ഇതിലിട്ടിട്ടുള്ളത് ബദാം ഇട്ടു, ചക്ക ഇട്ടു, റോബസ്റ്റ പഴം ഇട്ടിട്ടുണ്ട്. പഞ്ചസാര ഇട്ടിട്ടില്ല. പഞ്ചസാരയ്ക്ക് പകരം നമ്മുടെ മെയിൻ സാധനം റുഹബ്സ, ആ സിറപ്പ് ഉണ്ടല്ലോ, അതാണ് ഒഴിക്കുന്നത്. പിന്നെ കുറച്ച് പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാല് ഫുള്ളായിട്ട് ഒഴിക്കുന്നില്ല, പാല് കുറച്ചേ ഒഴിക്കുന്നുള്ളൂ ഇപ്പോൾ. അല്ലെങ്കിൽ ഇതെല്ലാതും കൂടി ഈ ബദാമൊക്കെ സാധാരണ ഉപ്പിച്ച് വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കലുണ്ട്. ഇപ്പോൾ തിരക്കാരൻ അതൊന്നും ചെയ്യലില്ല. അപ്പോൾ കുറച്ച് പാലിട്ടിട്ടാണ് അടിക്കുന്നത്, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് അടിഞ്ഞ് കിട്ടില്ല. അപ്പോൾ ആ കുറച്ച് പാല് ആദ്യം ഇത് ഫുള്ള് മിക്സ് ചെയ്യും. പക്ഷെ ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഇതിനൊന്നുമല്ല. ഇതൊന്നും കൂടാതെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് കേട്ടോ. എല്ലാ ജ്യൂസിലും അങ്ങനെ ഒരു സാധനം ഉണ്ട്. അതായത് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഗസ് ചെയ്യും, ഇതാണോ, പക്ഷേ വേറെ എന്തിൻ്റെയോ ഒരു ടേസ്റ്റും കൂടി അതിലുണ്ടാവില്ലുണ്ട്. അത് നമുക്ക് എന്താണെന്ന് ഇതുവരെ അറിയില്ലായിരുന്നു. പിന്നെ നമുക്ക് മനസ്സിലായി തുടങ്ങിയിട്ട് അതെന്താ സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം. ആ ഇൻഗ്രീഡിയൻറ്റ് വരട്ടെ. ഇപ്പോൾ ഇതേ വീണ്ടും ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ ചടിക്കാൻ പോവുകയാണ്. ആ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് വരുന്നേ ഉള്ളൂ കേട്ടോ. നമുക്ക് പിന്നീടാണ് മനസ്സിലായി തുടങ്ങിയത് എന്തൊക്കെയാണ് ഉപ്പച്ചി ഇതിൽ ആഡ് ചെയ്യുന്നത്. എന്നാലും ഉപ്പച്ചി സമ്മതിച്ച് തരില്ല കേട്ടോ ഞാനിതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. പിന്നെയാണ് നമുക്ക് മനസ്സിലായത് ഉപ്പച്ചി ഷോപ്പ് അടച്ചിട്ട് വരുന്ന ടൈമിൽ എന്തെങ്കിലുമൊക്കെ ഐസ്ക്രീംസ് ആയിട്ട് വരും. ഒന്നെങ്കിൽ കുൽഫി ആവാം, അല്ലെങ്കിൽ ചോക്ലേറ്റ് ഫ്ലേവേർഡ് ഐസ്ക്രീം, അല്ലെങ്കിൽ വാനില, അല്ലെങ്കിൽ സ്ട്രോബെറി, മാംഗോ, ഏതെങ്കിലുമൊക്കെ ഒരു ഐസ്ക്രീം. ഇനിയിപ്പോൾ ഐസ്ക്രീം അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ചോക്ലേറ്റ്സ് ആയിട്ട് വരും. നമ്മുടെ കാഡ്ബറീൻ്റെ ചില ഡയറി മിൽക്കല്ല, ക്രിസ്പല്ലോ അങ്ങനെ ഒരു ചോക്ലേറ്റ് ഉണ്ടല്ലോ, അതൊക്കെ കാണാൻ ഇടയ്ക്ക് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കുന്നത്. ഇതൊക്കെയാണ് ഉപ്പിച്ച് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ജ്യൂസിലിടുന്നത്. ഈ സാധനങ്ങളൊക്കെ ഇട്ടാൽ പിന്നെ ജ്യൂസ് ടേസ്റ്റ് ഇല്ലാതിരിക്കുമോ? പക്ഷേ ഇതൊക്കെ നമ്മൾ ഈ അടുത്താണ് കേട്ടോ പറഞ്ഞത്. ഒരിക്കൽ പച്ച മുട്ട വരെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഒരിക്കൽ എന്നൊക്കെ ലുക്കു പറഞ്ഞു കേട്ടു. ലുക്കു തന്നെ എൻ്റെ അനിയൻ. നമുക്ക് അത്ര ഉറപ്പൊന്നുമില്ല, അവനങ്ങനെ വെറുതെ പറഞ്ഞതാണോ എന്നും നമുക്കറിയില്ല. എന്തായാലും ഉപ്പച്ചിയുടെ ജ്യൂസ് അപാര ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞങ്ങൾ പറയാം നമുക്കൊരു ജ്യൂസ് ഷോപ്പ് തുടങ്ങാം, അത് സംഭവം ക്ലിക്കാവുന്നൊക്കെ. അത്രയും ടേസ്റ്റാണ്, നല്ല അടിപൊളി. ഇതേ കണ്ടില്ലേ കുറുകിയിരിക്കുന്നത്. ജ്യൂസ് എന്നല്ല പറയാം, ആക്ച്വലി ഷെയ്ക്ക് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ സ്മൂതി എന്നൊക്കെ പറയാം. എന്തായാലും ആദ്യം തന്നെ നമ്മൾ മെക്കിക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. മെക്കിയാണ് നമ്മുടെ ഒഫീഷ്യൽ ടേസ്റ്റർ ഓഫ് ദ ഹൗസ്. പിന്നെ നമ്മുടെ ഉമ്മച്ചി ഇപ്പോഴും ആ ചക്കമ്മ തന്നെ ഇരിക്കുകയാണ്. നമ്മളെല്ലാവരും ചക്കപ്രാന്തികളായതുകൊണ്ട് ചക്കമ്മ തന്നെയാണ് ഇരിക്കുന്നത്. സോ നെക്സ്റ്റ് വീഡിയോ ഉപ്പച്ചിൻ്റെ വേറൊരു ജ്യൂസ് റെസിപ്പി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഷെയർ ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ, ബൈ, സീ യു നെക്സ്റ്റ് ടൈം.